ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നോക്കിയ 2720 ഫ്ലിപ്പ് ഫോണാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്. പിന്നെ ബാക്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ആദ്യം വരുന്ന നമ്മുടെ പഴയ ബേസിക് ഇയർഫോൺസ് ആണ് നോക്കിയുടെ 3.5mm ജാക്ക്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ബാറ്ററിയാണ്. 1500 mAh റിമൂവബിൾ ബാറ്ററിയാണിത്. നെക്സ്റ്റ് ഒരു ക്വിക്ക് സ്റ്റാർട്ടപ്പ് ഗൈഡാണ്. പിന്നെ വരുന്നൊരു ചാർജറാണ്. മൈക്രോ USB അറ്റാച്ച്ഡ് ആണ്. 5 വോൾട്ട് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് ഫോണിലേക്ക് വരാം. നമുക്കിതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കവർ കളയാം. ഇതാണ് നമ്മളുടെ ഫോൺ. ഡുവൽ സ്ക്രീനാണ് വരുന്നത്. ഇവിടെ മുമ്പിലായിട്ട് നമുക്ക് കോളർ ID, നോട്ടിഫിക്കേഷൻസ്, ടൈം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ 1.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിയയുടെ ഒരു ബ്രാൻഡിങ്ങും, ബാക്കിലായിട്ട് 2 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഫ്ലാഷും, താഴെ മൈക്രോ USB ചാർജിങ് പോർട്ടും, സൈഡിലായിട്ട് ഡെലിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടണും, പിന്നെ നമ്മളുടെ 3.5mm ഹെഡ്ഫോൺ ജാക്കും. ഈ സൈഡിലായിട്ട് വോളിയൂം റോക്കർ വരുന്നുണ്ട്. ഉള്ളിലത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 8-inch QVGA ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമുക്കിതിനെ ബൂട്ടപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മളെ ബാക്ക് ഇടാൻ ബാക്ക് കവർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് റിമൂവ്. ബാക്കിലായിട്ട് വരുന്ന ഡുവൽ സിം സ്ലോട്ടും പിന്നെ ഒരു മൈക്രോ SD കാർഡിനും ഉള്ളതാണ്. 4G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണിത്. നമ്മൾക്ക് ബാറ്ററി ഇട്ടിട്ട് ബൂട്ടപ്പ് ചെയ്യാം. ബാക്ക് കവർ ഇടാം. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കൂ. വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ സെറ്റപ്പ് ചെയ്തു. ഇവിടെ ആയിട്ട് നമ്മൾക്കൊരു ചെറിയ ഡിസ്പ്ലേ ടൈം കാണിക്കാൻ വേണ്ടി സൈഡിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡിസ്പ്ലേ. വലിയ കീസാണ്, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് KaiOS-ലാണ് റൺ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ്, മാപ്സ്, യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ, അങ്ങനെ കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 205 ആണ്. പിന്നെ നമ്മൾ കോളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താൽ കോൾ കട്ടാവും. നമ്മൾക്ക് ഇതിൽ തന്നെ കോളർ ID യും ഒക്കെ പുറത്തിലത്തെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും.
ഇതിൻ്റെ റേറ്റ് 7500 റുപ്പീസിൻ്റെ അടുത്താണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇതിനെ പറ്റിയൊരു ബയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഡുവൽ സിമ്മും പിന്നെ 4G സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, GPS, പിന്നെ പേഴ്സണൽ ഹോട്ട്സ്പോട്ടും. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 512 പിന്നെ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 512 MB റാമും പിന്നെ 4GB ഇൻ്റേണൽ സ്റ്റോറേജും. നമുക്കിതിൻ്റെ ക്യാമറയിലേക്ക് പോകാം. ക്യാമറ സെക്ഷനിൽ 2 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറയാണ്. ഞാൻ അതൊന്നും എടുത്ത കുറച്ച് സാമ്പിൾസ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്ര മാത്രം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെങ്കിൽ